എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒട്ടുകറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു, ഒരു പച്ചമാങ്ങ, ഒരു മുരിങ്ങയ്ക്ക എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി കുരുവിൻ്റെ തൊലി കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുത്ത് വരാം. ഇപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചക്കക്കുരു തൊലി കളഞ്ഞ് അരിഞ്ഞ് കഴുകിയെടുത്തതാണ്. പച്ചമാങ്ങയും മുരിങ്ങയ്ക്കയും അതുപോലെ കഴുകി അരിഞ്ഞെടുത്തതാണ്. ഇനി ഇത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങയും മുരിങ്ങയ്ക്കയും അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്താലും നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിക്കുക. അപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് വെന്ത് വരുന്നതേ ഉള്ളൂ. ഇനി ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോഴത്തേക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കാം. ഒരു ബൗള് തേങ്ങ ഇട്ട് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരയണമെന്നില്ല, ചെറിയൊരു തരിപ്പായിരുന്നാലും ടേസ്റ്റാണ്. ഇതിപ്പോൾ നല്ലപോലെ വെന്ത് കുറുകിയിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങൾ, ചക്കക്കുരുവിൻ്റെ കഷ്ണങ്ങൾ ഒന്ന് തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. കുറച്ച് ഉടച്ചു കൊടുക്കുകയും മറ്റ് കഷ്ണങ്ങൾ എങ്ങനെ കിടക്കുന്നതുമാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തു ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ലപോലെ ഇളക്കി ഒരു നല്ല തിള വരുന്ന സമയത്ത് ഓഫാക്കുക. അങ്ങനെ തിളച്ച് മറിഞ്ഞു പോകണ്ട, ആ ടേസ്റ്റ് പോവും. തിള വരെ ചെയ്യാവൂ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, 2 വറ്റൽ മുളക് ഇട്ട്, കുറച്ച് ഉലുവ, കുറച്ച് കടുക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അതിലേക്കിടുക. ആ കറിക്ക് നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെ ഈ ഒരു കറി തന്നെ മതിയാവും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.